ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ. ഒരു അടിപൊളി ഗോതമ്പ് ദോശയും അതോടൊപ്പം തന്നെ ഒരു അടിപൊളി മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു 3 മീഡിയം സൈസ് സവാള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാൻ നോക്കുക. എന്നാലേ നമുക്ക് പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടുമല്ലോ കേട്ടോ. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ സവാള. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സവാള പാനിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ആ സവാള വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ദോശയുടെ അളവിനനുസരിച്ച് ഗോതമ്പ് പൊടിയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ചെറിയ കഷ്ണം സവാള, ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പിടി തേങ്ങ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാണ്ട് അരയ്ക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയുടെ അടിയിൽ നിന്നൊന്നും അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് വെള്ളം മതിയാവും. അപ്പോഴേക്കും ഞാൻ ഇടയ്ക്ക് നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനവിടെ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ വളരെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം മസാലയുടെ പച്ചമണക്ക് പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ തക്കാളി കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മളുടെ മാവൊക്കെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ നമ്മുടെ മാവിന് വേണ്ടത്. അപ്പോൾ നമ്മളുടെ മാവോടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് വഴണ്ടിട്ടുണ്ടോ നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചുടുവെള്ളം, അപ്പോൾ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ മുട്ടയുടെ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കുന്നവരെ ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് വറ്റി വരും കേട്ടോ. ഗ്രേവിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരും. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മളുടെ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മുട്ട റോസ്റ്റാണ്. അപ്പോൾ ഈ ഗരം മസാല നിങ്ങൾ ചേർത്ത് നോക്കണം കേട്ടോ മുട്ടക്കറിയിൽ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഞാൻ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. എണ്ണ ഒന്നും തേച്ച് കൊടുത്തിട്ടില്ല. ഞാൻ കുറച്ച് മാവെടുത്തിട്ട് ഒരു തവി മാവെടുത്തിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളി ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ദോശയും ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ദോശ. ചൂടോടെ കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ അടിപൊളി മുട്ട റോസ്റ്റും ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നേരം താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്.
പിന്നെ എൻ്റെ ചാനലും കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.